നമ്മുടെ അഭിലാഷ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അതായത് അഭിലാഷിൻ്റെ പ്ലാനാണത്. അഭിലാഷ് വേറെ ലെവലാണ്. കാരണം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നടന്നു പോകുന്ന വഴിക്ക് അവരെ വേറെ റൂട്ട് പിടിച്ച് പോകും. അതുകൊണ്ടാണ് അഭിലാഷ് അവിടെ തന്നെ നിന്നിട്ട് ശൈത്യയുടെ കൂടെ ഒരു സാധനം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നത്. വലത്തോട്ട് നോക്കുമ്പോൾ അവർ വരുന്നതുമുണ്ട്, ഇങ്ങോട്ട് വരും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. ഹീ ഈസ് നോട്ട് ഇൻ ദ സോൺ എന്ന് പറയാം. അതായത് പുള്ളിക്കാരൻ ഇമോഷണലി അത്ര ഇതല്ല, പക്ഷെ പുള്ളിക്കാരൻ കോമഡിയാണ്. പക്ഷെ കണ്ടന്റ് കൊടുക്കണം, ആൾക്കാർ കാണണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് അപ്പാണി ശരത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂട്ട പിടിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു സെക്കൻഡ് എപ്പിസോഡ് എയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് August 4, 2025. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം ലേറ്റായി. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും വേറെ കുറച്ച് ബിസി പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ്. അതിനാദ്യം തന്നെ സോറി പറഞ്ഞുകൊണ്ട് നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നലെ കാണിച്ചതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇന്നലത്തെ ഫസ്റ്റ് ഒരു സീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ മെനഞ്ഞാമത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് തീരുന്ന ഇവരുടെ കയ്യിൽ മറ്റൊരു സാധനം കൊടുക്കുന്നു, ഒരു സ്റ്റാർ ഉള്ളൊരു സംഭവം. അതുള്ളവർക്ക് മാത്രം തുണി മണി ബാക്കി സാധനങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാം, അത് ഉപയോഗിക്കാം, അല്ലാത്തവർ കെട്ടിപ്പൊട്ടി തിരിച്ച് പണിപ്പുരയിൽ കൊണ്ടുപോയി വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ കാണുന്ന ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താരമായിട്ടുള്ള ഷാനവാസിന്റെ കയ്യിൽ ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പുള്ളിക്കാർ അതിങ്ങനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഫസ്റ്റ് സീൻ. അവിടുന്ന് അക്ബർ ഖാനാണെങ്കിൽ ഞാൻ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്ലി അളിയാ സുഖാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് ഡയലോഗും പരിപാടികളും ഇതൊക്കെ ഇങ്ങനെ ഊരിയെടുക്കും എന്നൊക്കെയുള്ള ചോദിക്കുന്നത് കുറച്ചൊരു ഫണ്ണി രീതിയിൽ. ഒരു ബോണ്ടുണ്ട് രണ്ടുപേരുടെയും തമ്മിൽ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവരല്ലെങ്കിൽ ഒരു ബോണ്ടഡ് ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ പുള്ളിക്കാരൻ ബിഹേവ് ചെയ്യുന്നുണ്ട്. അക്ബർ ഖാൻ ആണെങ്കിലും ശരി അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചുമ്മാ ഊടായി പോലെ അങ്ങനെയൊന്നുമല്ല, അതെടുക്കണം എന്ന് ജെന്യൂൻലി എടുക്കണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പെരുമാറുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാതെ കുറച്ച് കോമഡിയൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് ഒരു പരിപാടിയിൽ, അതായത് ഇത് മേടിക്കുന്ന ഷാനവാസ് ഉണ്ടല്ലോ, ഷാനവാസിന് അത് ഒഫൻഡഡ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അക്ബർ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല, അത് ചീറ്റി പോവാണ്. കുറച്ചധികം നേരെ അവർ പോകുന്നുണ്ട്. അത് ലൈവിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ചെറിയ ഷോർട്ടാണല്ലോ, ഷോർട്ടല്ലല്ലോ, ചെറിയൊരു എപ്പിസോഡ് 40-45 മിനിറ്റ് എപ്പിസോഡ്, അത് മൊത്തം കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സാധനം കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് കാണിക്കുന്ന അനീഷ്, കോമഡർ ആയിട്ടുള്ള അനീഷ് തറയിൽ. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ട്രൈ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അനീഷ് വരുന്നത് ഒരിക്കലും നേരത്തെ നമ്മുടെ അക്ബർ ഖാൻ വരുന്ന മാതിരി ഒരു ഫ്രണ്ട്ലി അല്ലേ സുഖമാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലല്ല. അനീഷ് വരുന്നത് ഞാൻ ഇത് എടുത്തിട്ടേ പോവും എന്നുള്ള രീതിയിൽ ഇന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു ചൊറി മയത്തിലാണ് അനീഷ്, അത് പൊതിഞ്ഞിട്ടാണ് അനീഷ് വരുന്നത്. ഒരു ചൊറി മയത്തിലാണ് അനീഷ് വരുന്നത്. അവൻ്റെ തോളിൽ ഇങ്ങനെ കൈ വയ്ക്കുന്നു, എടുക്കാൻ ശ്രമിക്കുന്നു, ഇന്നിതിപ്പോൾ ഞാൻ എടുക്കും എന്നൊക്കെയുള്ള ആ ഒരു കൈൻഡ് ഓഫ്, ഒരിക്കലും അതൊരു കോമഡി രീതിയിലേ അല്ല അനീഷ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് നമുക്കത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എടുക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് അനീഷ് അത് ശ്രമിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു പ്ലസന്റ് ഒരു വേ അല്ല അത് എടുക്കാൻ. അപ്പോൾ കുറച്ചധികം നേരെ അത് പുള്ളിക്കാരൻ അനീഷ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ശരിയാകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഷാനവാസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് ഊരും എടുത്തിട്ട് ഒനീൽ സാബുവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. ഇന്ന മോനെ വെച്ചോ എന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ കൊടുക്കും. അവിടെ അനീസ് ആണെങ്കിൽ എനിക്കിതിനല്ലടാ വന്നത്, ഞാൻ കളിക്കാനാടാ വന്നത്, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അനീസ് അവിടെ നിന്ന് പോകുന്നത്. അതായത് അനീസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് എടുക്കുക എന്നുള്ളതല്ലായിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. ഈ പുള്ളിക്കാരനെ ഷാനവാസിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് വന്നത് പുള്ളിക്കാരൻ. പക്ഷെ അത് മനസ്സിലായി, ഷാനവാസിന് അത് മനസ്സിലായി, ഇതാണ് ഐഡിയ എന്ന് മനസ്സിലായി, അത് വിട്ടിട്ട് പോവില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അത് ഊരെടുത്ത് ഒനിൽ സാബുവിൻ്റെ കൂടെ. ഒനിൽ സാബു നോക്കിയിട്ട് എന്തത് എന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അക്ബർ ഖാൻ വന്നിട്ട് ഞാൻ ഇത് എടുക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നൈസായിട്ട് എടുത്ത്. ഒനിൽ സാബു ആണെങ്കിൽ നീ എടുത്തു ഓക്കെ കൊണ്ടുവെക്കോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വേറെ ഏതൊരു സോണിലാണ്. കൈ കിട്ടിയ സാധനമാണ്, ഒരു പിടി വലിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പുള്ളിക്കാരൻ തന്നെ ഷോക്ക്ഡായിപ്പോയി, എങ്ങനെ എന്തിനിവൻ എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു എന്നൊക്കെയുള്ളൊരു തോട്ടിൻ്റെ ഇടയിൽ തന്നെ അക്ബർ ഖാൻ വന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അത് എടുത്തു. പിന്നെ അത് വേണ്ട നീ എടുത്തോ എന്നുള്ള ഒരു രീതിയിലേ. അക്ബർ ഖാന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഇതാണെങ്കിൽ പിടിച്ചെടുക്കാൻ നോക്കുന്ന ആ ഒരു കപ്പിൾ, ആ രണ്ടുപേരുണ്ടല്ലോ, ഒരു കപ്പിൾ നോക്കുന്നുണ്ട്, RJ ബിൻസി നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കലാപൻ സരിക. ഇത്രയും പേരാണ് നമ്മുടെ അക്ബർ ഖാന്റെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അക്ബർ ഖാന്റെ കയ്യിൽ നിന്ന് ഈ സാധനം പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കയറി വരുന്നതാണ് ഒന്ന് ഗിസയിൽ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന നമ്മുടെ നിവിൻ. അപ്പം ഇത്രയും പേര് വരുന്നു, നിവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, ലാസ്റ്റ് അത് ഗസേലാനെ അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു രീതിയിലാണ് ഇത് കംപ്ലീറ്റ്ലി ഒരു ടീം സ്പ്ലിറ്റ് ആവുന്നു എന്ന് പറയാം. ഒന്ന് ഇതിന് വേണം, അതായത് ഈ ഒരു സ്റ്റാറിന്റെ ആ ഒരു ബാഡ്ജ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമും, രണ്ട് ആ ഒരു ബാഡ്ജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉള്ള തുണി വെച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും എന്ന ഒരു മൈൻഡ് സെറ്റ്. എനിക്കിപ്പോൾ ശരീരം അനക്കാനൊന്നും വയ്യ, വന്നതേ ഉള്ളൂ,
വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കളിച്ചു തുടങ്ങാം എന്നൊക്കെ തോന്നുന്ന വേറൊരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലുള്ള ആൾക്കാരാണ് ഒന്ന് നമ്മുടെ സ്റ്റാർ രേണു സുധി, അതുപോലെ തന്നെ അനുമോളാണെങ്കിലും ശരി, രഞ്ജിത്ത്, അതായത് മുൻഷി രഞ്ജിത്ത്, അപ്പോൾ അതുപോലുള്ള കുറച്ച് ആൾക്കാർ, പിന്നെ ഇന്റർവ്യൂ മറ്റേ ഹോട്ട് സീറ്റ് ചേച്ചി, അപ്പോൾ ഇവരെല്ലാവരും കളിക്കാതെ അതെന്താ നടക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. നാളെയോ മറ്റന്നാളോ കളിച്ചു തുടങ്ങാം, ഇന്നൊരു ദിവസം റെസ്റ്റ് എന്നൊരു മൂഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റായി. അതായത് ഇത്രയും നന്നായിട്ട് കളിച്ച ആൾക്കാർ ഒരു സ്പോർട്സ്മാൻഷിപ്പ് ഒരു സംഭവം ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ മടി പിടിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീൽ അവിടെ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം നേരെ പെലർന്ന് ആൾക്കാരെല്ലാവരും വന്നു, ഡാൻസൊക്കെ കളിച്ചു, തിരിച്ചവിടെ പോയിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു സംഭവമുണ്ട്, നിങ്ങൾ വന്ന് കയറിയുള്ള അതിനിടയിൽ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. വേറൊന്നുമല്ല, അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഡാസ്ലറിൻ്റെ തന്നെ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് രാത്രി തന്നെ ഇവർ കുറേ പേര് അടിച്ചു മാറ്റി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വന്നപ്പോഴത്തേന് അവിടെ ഒരു മെയിൻ താരമായിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ശൈത്യ, അപ്പോൾ പുള്ളിക്കാരി എണീറ്റ് നിന്ന്, പുള്ളിക്കാരി ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പം ആരൊക്കെ ഇത് ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി എണീറ്റിട്ട് കൈ പൊക്കുന്നുണ്ട്, അത് ഞാനും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇരുന്നിട്ട് പുള്ളിക്കാരി പറയുകയാണ്, ഞാൻ ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്, ഞാൻ എല്ലാവരുടെയും പറയുകയും ചെയ്തു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. മേ ബി പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ അവിടെ ഒരു സെൻറ്റൻസും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ, ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കണ്ടെന്നുള്ള, പക്ഷെ ഞാനും എടുത്തു, എൻ്റെ മിസ്റ്റേക്കാണ്, ഐ എം സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പരിപാടി തീർന്നേനെ. പക്ഷെ അവിടെ വന്നിട്ടാണെങ്കിൽ ഈ ഒരു സാധനം ലാസ്റ്റ് പറഞ്ഞ ഒരു സെന്റൻസ് പറയാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കരുതെന്ന്, പക്ഷെ എടുത്തു എന്ന സാധനം പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒഫൻഡഡ് ആയി. അതായത് ഈ എടുത്ത എല്ലാവരുടെയും കൂടെ ഉള്ള ഒരാളാണ് ശൈത്യ. എന്നിട്ട് ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നല്ലേ അർത്ഥം. ശൈത്യ അപ്പം തന്നെ അങ്ങ് ഒരുമാതിരി ആയിട്ടങ്ങ് ഇരുന്നു. അനീസിൻ്റെയാണ് നമ്മൾ വീഡിയോ ക്ലിപ്പാണ് അനീസിനെ വായി വരുന്നത്. അനീഷ് എണീറ്റ് പറയുന്നുണ്ട്, അത് ഒരുമാതിരത്തെ പരിപാടിയാണ്, നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് പറയാമായിരുന്നു, അല്ലാതെ പറയണതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട്. ലൈവിൽ കണ്ടപ്പോൾ അനീഷ് മാത്രമല്ല ബാക്കിയുള്ള കുറേ പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പിസോഡിൻ്റെ അകത്ത് വന്നപ്പോഴത്തേന് അനീഷ് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വിച്ച് മീൻസ് ബിഗ് ബോസ് അനീഷിനെ പൊക്കിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനീഷിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പുള്ളിക്കാരൻ ഒരു ഫാൻ ഫോളോയിങ് ക്രിയേറ്റ് ആവാനും ചാൻസ് ഉണ്ടെന്ന് ബിഗ് ബോസ് മനസ്സിലാക്കിയിട്ട് ഫോർ ഷുവർ അനീഷിനെ ഒരു പേര് അനീഷിനെ ഒരു എന്താ പറയുക, ഒരു അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ എവിഡൻ്റ് ആണ്. അതുകൊണ്ട് വരുന്നത് ഇവരുടെ ഒരു നോമിനേഷനാണ്. നോമിനേഷൻ ഫോർ എന്താ പറയുക ലീഡർ ആവാൻ വേണ്ടിയിട്ട് ആരൊക്കെ ലീഡർ ആകാൻ പാടില്ല എന്നുള്ളത് എണീറ്റിട്ട് നിങ്ങൾ എന്താ പറയുക അവരുടെ മുഖത്ത് ഫോം തേച്ച മറ്റേ പാത്രം വെച്ചിട്ട് അടിക്കുക എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ എല്ലാവരും ഒരു മാനായിട്ടൊക്കെയാണ് വെച്ചത്. മോഹത്തിട്ട് അടിക്കുക അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്ത് ജസ്റ്റ് തേക്കുകയാണ് ചെയ്തത്. തേക്കാന്ന് മാത്രമേ പറയുള്ളൂ, അടിക്കാന്ന് പറയുന്നില്ല, വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന അനീഷാണ്. അത് അനീഷ് ഒരിക്കലും ക്യാപ്റ്റനായിരുന്നാണ് ആ ഒരു കംപ്ലീറ്റ് ഹൗസ് ഓൾമോസ്റ്റ് എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ഇത് സീസൺ 7 ആണ്, അപ്പടി ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചേ എന്നുള്ള രീതിയിൽ അനീഷിനെ തന്നെ ക്യാപ്റ്റൻ ആക്കി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവാണ് നടത്തിയത് ബിഗ് ബോസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ വെറുപ്പിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. ഈ പുള്ളിക്കാരൻ നോമിനേഷൻ വരുമെന്നും ചിലപ്പം നോമിനേറ്റഡ് ആകാം അല്ലെങ്കിൽ ഔട്ടായി പോകാം എന്നുള്ളൊരു നോമിനേഷൻ ഫോർ ഷുവർ വരും. ഔട്ടായി പോകാൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവാം, അതായിരിക്കാം എൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ അനീഷിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ അനീഷ് നല്ലൊരു ക്യാപ്റ്റൻഷിപ്പ് വരും എന്നൊരു പ്രതീക്ഷ ബിഗ് ബോസിനില്ല. അതായത് അനീഷ് ഉറപ്പായിട്ടും ഒരു ക്യാപ്റ്റനാണെങ്കിൽ ആ ഒരു പവർ യൂസ് ചെയ്യും, ഇൻഫാക്ട് മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രിക്ഷൻസ് വരും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അനീഷിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുത്തേനെ, പക്ഷെ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അനീഷ് ക്യാപ്റ്റൻ ആവുകയാണ്. ടു ബി ഓണസ്റ്റ് ഞാൻ ഹാപ്പി അല്ലെന്നാണ് പറയാൻ പറ്റുക ഒരു എപ്പിസോഡിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ആകെ നമുക്ക് കിട്ടുന്ന 45 മിനിറ്റാണ് ആകെ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇനി ബിഗ് ബോസ് പ്ലസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം വരുന്നത്. ഒരു 20-30 മിനിറ്റ്സിൻ്റെ ഒരു സാധനം കൂടി ഒരു എപ്പിസോഡിൻ്റെ അതും കൂടി വരിക. ഇത് മാത്രം ഒരു മെയിൻ സാധനം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇയാൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഫോർ ഷുവർ 24/7 കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ഇപ്പം 24/7 അകത്ത് ഉണ്ടായിരുന്ന കുറേ മെയിൻ കോണ്ടന്റ് ഉണ്ട്, കുറേ ആൾക്കാർ സംസാരിക്കുന്നതും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു മെയിൻ എപ്പിസോഡിൽ മിസ്സിങ് ആണ്, എസ്പെഷ്യലി മുൻഷി രഞ്ജിത്ത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ പരിപാടി എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള സാധനം ചെറിയ ഒരു കൈൻഡ് ഓഫ് ഒരു രാവിലത്തെ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് പുള്ളിക്കാരൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെയുള്ള രഞ്ജിത്ത് അതുപോലെ തന്നെ ബിൻസിക്കൊന്നും ഒരു സ്ക്രീൻ സ്പേസ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അവർ സംസാരിച്ചിട്ടുണ്ട്, ഒബ്വിയസ്ലി യെസ്, ഒരുപാടൊന്നും അല്ല, അവർക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ. ഇതിൻ്റെ അകത്ത് ലീഡർ സെലക്ഷൻ്റെ അകത്ത് തന്നെ ഒരുപാട് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്തുകൊണ്ട് ലീഡർ ആയിക്കൂടാ എന്നുള്ളതിൻ്റെ കുറച്ചധികം എന്താ പറയുക റീസൺസ് പറയുന്നുണ്ട്. അല്ലെ ഏറ്റവും മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുകയാണ് അനീഷ് പറഞ്ഞ്, അതായത് ഷാരികയുടെ, അത് ഹോട്ട് സീറ്റ് ചേച്ചി ആയിട്ടുള്ള ഷാരികയുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി
ഒരു ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് അത് ഓൾറെഡി പ്ലാൻഡ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം അങ്ങനെ പ്ലാൻഡ് ആണ്, നാട്ടുകാരെ പറ്റിച്ചു, ചതിച്ചു, അത് ശരിയല്ല എന്നും പറഞ്ഞിട്ടാണ് ലീഡർ ആവാനുള്ള അർഹതയില്ല എന്ന് അനീഷ് പറയുന്നത്. അപ്പം ബേസിക്കലി പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ചു അതുകൊണ്ടാവില്ല എന്നൊക്കെ പറയാം, നാട്ടുകാരുടെ ഭാഗമാണ്, നാട്ടുകാർക്ക് സപ്പോർട്ട് എന്നൊക്കെ തോന്നിയിട്ട് അനീഷിന് ഒരു പോസിറ്റീവ് സാധനം കിട്ടും എന്നൊരു തോട്ടിലായിരിക്കണം അനീഷ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കാര്യവശാലും ആ ഒരു സാധനം ഇപ്പം ഇവിടെ എടുത്തിടേണ്ട ആവശ്യമില്ല. പക്ഷെ അനീഷിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു, അത് ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റലിജൻസ് ആണ്. കാര്യം എന്ത് കട്ട് ചെയ്ത് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള റീസൺ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ പറയുന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇത് പറഞ്ഞത്, അത് പുള്ളിക്കാരൻ സക്സീഡ് ചെയ്യുകയും ചെയ്തു. അതിന് മറുവശം എന്നുള്ള രീതിയിൽ ശാരിക വന്നിട്ട് ഈ പുള്ളിക്കാരൻ അനീഷിൻ്റെ മുഖത്ത് ക്രീം അടിച്ചിട്ടാണ് പറയുന്നത്. വേറെ എന്തോ ഒരു ലെയിം എക്സ്ക്യൂസ് ആണ് പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു ലോജിക്കും ഇല്ലായിരുന്നു. തിരിച്ചു പറഞ്ഞു എന്നതിൻ്റെ അപ്പുറം തിരിച്ച് ചെയ്തു എന്നതിൻ്റെ അപ്പുറം ശാരിക അതിന് പകരം വേറെ ഏതെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോമിനേറ്റ് ഇൻ ദ സെൻസ് പാടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ അനീഷിനാണ് പറയുന്നതെങ്കിൽ ഈ ഒരു സാധനം പറയാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് പറയണമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോമിനേഷനാണ്. നമ്മൾ പലരും വിചാരിക്കാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് മിക്കവരും നോമിനേഷൻ പറഞ്ഞിട്ടുള്ളത്, എസ്പെഷ്യലി കലാപൻ സരിക. അപ്പം സരിക പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആര്യനെ കുറിച്ചാണ്. അപ്പോൾ ആര്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഡ്ജ്, അപ്പോഴത്തേന് അത് എടുക്കാൻ പോയപ്പോഴത്തേന് എന്നെ ഇവിടെ പിടിച്ചോളൂ അവിടെ പിടിച്ചോളൂ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് പുള്ളിക്കാരൻ വെറുപ്പിക്കാൻ നോക്കി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പേരിലാണ് ആര്യൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ലെയിം ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് വേറെ ആരുമല്ല, നമ്മുടെ ഷാനവാസ്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആർക്കാന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്ന് ഗിസൈലിനാണ് പറഞ്ഞത്. ഗിസൈലിന് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഡ്രസ്സിങ് ശരിയല്ല, കേരള സംസ്കാരത്തിന് ചേർന്ന ഡ്രസ്സിങ് അല്ല എന്നാണ് പറഞ്ഞത്. ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ലെയിം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്ത് ലോജിക് ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റനാണ്. പുള്ളിക്കാരനും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ അത് പോയിന്റാണ്, അവൻ സംസ്കാരമുള്ളവനാണ്, അവൻ കേരള ജനത്തിനെയൊക്കെ ആലോചിച്ചു ഇതൊക്കെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് കിട്ടും എന്ന് പുള്ളിക്കാരന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്ന കുറച്ചധികം എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാൾ ഇങ്ങനെയുള്ളൊരു കാര്യം പൊക്കി പറയുന്നുള്ള, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരാളുടെ ഒപ്പീനിയൻ ആണല്ലോ, അത് റിയൽ ആയിരിക്കാം. പക്ഷെ എനിക്കത് ഫേക്ക് ആണെന്നാണ് തോന്നുന്നത്, ടു ബി ഓണസ്റ്റ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇന്നലെ ഉണ്ടായിരുന്നത്, അത് കയ്യിലെ ഒരു ബാൻഡിൻ്റെ ഒരുപാട് പേര് എടുത്തില്ല, അത് ഗെയിമായിട്ട് എടുത്തില്ല, അതിനുവേണ്ടി ഇൻവോൾവ് ചെയ്തില്ല എന്നുള്ള പേരിലാണ് ഒരുപാട് പേരുടെ പേര് പറഞ്ഞേക്കുന്നത്. ഇൻക്ലൂഡിങ് അനുമോൾ ആണെങ്കിലും ശരി, മുൻഷി രഞ്ജിത്ത് ആണെങ്കിലും ശരി, രേണുസുതി ആണെങ്കിലും ശരി, അങ്ങനെ ഒരുപാട് പേരുടെ പേര് അത് തന്നെ ഒരു റീസൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യചകിതനാക്കിയത് വേറെ ആരുമല്ല, ഒന്ന് ഗിസൈലാണ്, രണ്ട് നമ്മുടെ കൊച്ചുകുട്ടി ഉണ്ടല്ലോ, കൊച്ചുകുട്ടി എന്ന് പറയാൻ പറ്റില്ല, 19 years ഓഫ് ഏജ് ഉള്ള റെന ഫാത്തിമ വാസ് ബ്രില്യൻറ്റ്. പുള്ളിക്കാരി ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള രീതിയിൽ. പുള്ളിക്കാരി പറയുന്നതാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു സീസണിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് അനലൈസ് ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്, ചുട്ട മറുപടി കൊടുക്കുക എന്ന് പറയും, ചുമ്മാ കിടന്ന് വല പറഞ്ഞ് അലയ്ക്കുന്നതല്ല. ക്വാളിറ്റി എന്താണ് എന്നറിയണമെങ്കിൽ പുള്ളിക്കാരി സംസാരിക്കുന്ന നോക്കാം. 19 വയസ്സുകാരിയുടെ മെച്ചോറിറ്റി നമ്മൾ കണ്ടു പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത്രയും ക്വാളിറ്റിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ഗ്രേറ്റ് റെസ്പെക്ട്, ഒരു ഡൗട്ടും ഇല്ല. നന്നായിട്ട് തന്നെ പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നുണ്ട്. ഗിസൈലും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആ ഒരു മലയാളം എന്ന് പറയുന്ന ഭാഷ പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും സംസാരിക്കുന്നതിൽ കാണുന്ന മിക്കതും മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കൂടുതൽ ഇൻവോൾവ് ആകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഒരുവിധം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ആൾക്കാരോടെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. പലരും പല സ്ഥലങ്ങളിലാണ്, അപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല മേ ബി. അതുപോലെ തന്നെ ഒരുപാട് പേര് നെവിൻ്റെ ഒരു നെഗറ്റീവ് ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്. യെസ്, നെവിൻ അവരെ ഒരു ഗെയിം കളിച്ചു, അതല്ലാതെ വലിയ സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മേ ബി ദാറ്റ്സ് ട്രൂ. പുള്ളിക്കാരൻ വേറൊരു സോണിലാണ് എന്നൊക്കെയുള്ള ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരൻ ഒരു കെയർലെസ്, ഒരു കെയർ ഫ്രീ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ട് ഗെയിം കളിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടീം തന്നെയാണ് ഇപ്രാവശ്യം, അതിൽ ഒരു ഡൗട്ടും ഇല്ല. വളരെ ഭംഗിയിൽ വരും എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വന്ന് വേറൊന്നുമല്ല, രേണുസുതി കിടന്നു ഉറങ്ങി എന്ന് പറയാൻ, എന്നാലും ഒരുവിധം കിടന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും തലവേദന ഉണ്ട് എന്ന് പറഞ്ഞു. അനീഷ് ആണെങ്കിൽ പോയിട്ട് ഓക്കെ, ഇത് പുള്ളിക്കാരിക്ക് വയ്യ, തലവേദനയാണ്, മരുന്ന് വേണം എന്നൊക്കെയുള്ള ഒരു റെസ്റ്റ് വേണം എന്നൊക്കെയുള്ളൊരു സാധനം പറഞ്ഞു. അപ്പോഴത്തേന് ഷാനവാസിന് ഓൾറെഡി തലവേദനയുണ്ട്, അത് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അത് അനീഷ് കേട്ടില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു അവരിയ്ക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കോൺവെർസേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അഭിലാഷ് നൈസായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു പടക്കം പൊട്ടെടുത്ത് അമ്മുട്ട് പൊട്ടിക്കും എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ നേരെ നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ശൈത്യയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഈ ഒരു പരിപാടി ശരിയാണോ അനീഷ് ഇങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല എന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. പുള്ളിക്കാരൻ നൈസായിട്ടൊന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ അപ്പാണി ശരത്തും ടീമും വരുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ടാണ് ഇവർ നടന്നു പോയിട്ട് ശൈത്യ അവിടെ ഇരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ശൈത്യ പോകുന്നത്. അപ്പോഴത്തേനും നമ്മുടെ അഭിലാഷ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അതായത് അഭിലാഷിൻ്റെ പ്ലാനാണത്. അഭിലാഷ് വേറെ ലെവലാണ്. കാരണം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നടന്നു പോകുന്ന വഴിക്ക് അവരെ വേറെ റൂട്ട് പിടിച്ച് പോകും. അതുകൊണ്ടാണ് അഭിലാഷ് അവിടെ തന്നെ നിന്നിട്ട് ശൈത്യയുടെ കൂടെ ഒരു സാധനം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നത്. വലത്തോട്ട് നോക്കുമ്പോൾ അവർ വരുന്നതുമുണ്ട്, ഇങ്ങോട്ട് വരും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് ഒരു ഓൾമോസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട് അഭിലാഷ് അങ്ങോട്ട് ജസ്റ്റ് നടക്കുകയാണ്. അപ്പോഴത്തേനും ഇവരിങ്ങോട്ട് വരുന്നുണ്ട്. ചുമ്മാ ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാരിങ്ങനെ ആലോചിച്ചപ്പോഴായിരിക്കും നമ്മുടെ അപ്പാണി ശരത്തും ടീം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് ശരത്തേട്ട ഇത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ പറയുകയാണ്. അതല്ല ഇങ്ങനെ നമ്മുടെ ഷാനവാസൻ ഇങ്ങനെ വന്നപ്പോഴത്തേനും ഇത് ശരിയല്ല എന്നൊരു സാധനം പറയുകയും ശരത്തിനും മനസ്സിലായി, ഓക്കെ ഇതൊരു കോണ്ടന്റിനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം അപ്പാണി ശരത്തിന് മനസ്സിലായി. അപ്പാണി ശരത്ത് അവിടെ ചെറുതായിട്ട് റേസ് ആവുന്നുണ്ട്. അഭിലാഷ് പിന്നെ പൊളിച്ചടുക്കുകയാണ്. ആവശ്യമില്ലാത്തൊരു ആർഗ്യുമെന്റ് ആണ് എന്ന് ശരത്തിന് അറിയാം. ശരത്ത് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്ന കേട്ടും മാറി നിന്ന് ചിരിക്കുന്നുണ്ട്. ഹീസ് നോട്ട് ഇൻ ദ സോൺ എന്ന് പറയാം. അതായത് പുള്ളിക്കാരൻ ഇമോഷണലി അത്ര ഇതല്ല, പക്ഷെ പുള്ളിക്കാരൻ കോമഡിയാണ്. പക്ഷെ കണ്ടന്റ് കൊടുക്കണം, ആൾക്കാർ കാണണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് അപ്പാണി ശരത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ പിടിക്കുകയാണ്. കൂടുതൽ ഷൗട്ട് ചെയ്യുന്നു അനീഷിൻ്റെ കൂടെ. അതിനിടയിൽ അനുമോൾ വാ 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 അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ മാറ്റുന്നു. ബാക്കി പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ആണെങ്കിൽ അനീഷിൻ്റെ കൂടെ പോയി പറഞ്ഞാൽ അവിടെ ഇരുന്ന് പറഞ്ഞാണല്ലോ എനിക്ക് തലവേദനയൊക്കെ ഉണ്ട്, ഇതെന്താ എനിക്കൊരു ഇത് ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞ്, ഇല്ല ഞാൻ കേട്ടില്ല എന്നൊക്കെ മാത്രം അനീഷ് പറയാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്ന് താന്നു വന്നു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് അതൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഒരു എന്നിട്ട് ചെറിയൊരു സാധനത്തിന് ആളി കത്തിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അഭിലാഷം മിടുക്കനാണ്. നൈസായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ അനീഷ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പാണി ശരത്ത് ഇത് ആരെങ്കിലും പറ, എമർജൻസി ആണെന്ന് പറ, തലവേദനയാണെന്ന് പ്രൂവ് ചെയ്യണമെന്നൊക്കെ ആണെന്ന് പെട്ടക്കുന്നുണ്ട് അപ്പാണി ശരത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനീഷ് ക്യാമറ പോയി പറയുന്നുണ്ട് ബിഗ് ബോസ് മെഡിക്കൽ എമർജൻസി ആണ്, മരുന്ന് വേണമെന്നൊക്കെ. അപ്പം നമ്മുടെ ഷാനവാസ് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തിട്ടോ പറയണേ എന്നുള്ള കേൾക്കുമ്പോഴത്തെ ഷാനവാസിൻ്റെ പേര് പറയുന്നില്ല, ഷാനവാസിന് വയ്യ എന്നുള്ള കാര്യവും പറയുന്നില്ല. അപ്പോൾ അവിടെ നേരത്തെ തലേ ദിവസം തൊട്ടേ ഉണ്ട്. അതായത് അനീഷും ഷാനവാസും തമ്മിലൊരു റൈവലറി നന്നായിട്ട് ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൈവലറിയാണ് അവരുടെ ഉള്ളിൽ ബിൽഡാവുന്നത്. അപ്പോൾ അതിൻ്റെ എവിഡൻസ് തന്നെയാണ് അനീഷ് അത് പറയാതിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ രേണുസുതും തേർലിട എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറമൊക്കെ കേട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു സാധനം പറഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ന് കണ്ട, അതായത് ഇന്നലെ കണ്ടത് ഈ സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് അത് പ്രോപ്പർ അടിയല്ല. അത് ചുമ്മാ ഒരു ഡ്രാമയാണ് ബേസിക്കലി. ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്പൈസിനെസ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട്, കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഭിലാഷ് കൊളുത്തിയ ഒരു തിരി. അപ്പോൾ ആ ഒരു തിരിയുടെ ഭാഗമായിട്ട് പിന്നെ അപ്പാണി ശരത്തും ബാക്കിയുള്ളവരും കയറി വന്നൊന്നല്ല, ഒരു സ്ട്രോങ് ഫൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി ഇനിയായിരിക്കും ഓരോ ടാസ്കും ബാക്കി കാര്യങ്ങളും വരുമ്പോഴായിരിക്കും ഇവർക്ക് കുറച്ചും കൂടി അടി കൂടാനുള്ള ജെന്യുവിൻ അടികൾ വരാനുള്ള ചാൻസ്. ഇന്നലെ കണ്ട അടി അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഒരു ഡ്രാമയാണെന്നുള്ള എവിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. അവരുടെ ഒരു പെർഫോമൻസ് കാണുക എന്നുള്ള രീതിയിൽ കാണാം. ഇറ്റ് വാസ് ഫൺ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പിസോഡ് 3 കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.